ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 72ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച രാവിലെ തന്നെ ഞാൻ മക്കളൊന്നും എഴുന്നേറ്റില്ല കേട്ടോ. മക്കൾ സുജി ഒന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കല്ലേ. പിന്നെ സുജിക്കാണെങ്കിൽ പനി പിടിച്ചിട്ട് വായക്കൊന്നും രുചിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നാലുമടുക്കുപത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ നാലുമടുക്കുപത്തിരി. മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മെനക്കെട്ട പണി ആയതുകൊണ്ട് അങ്ങനെ ഈ ഒരു സ്കൂളുള്ള ദിവസങ്ങളിൽ അങ്ങനത്തെ ദിവസങ്ങളിലൊന്നും എപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മടക്കി അപ്പം അങ്ങനെ കുറച്ച് സമയമുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും എണീക്കാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാനിതാ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്നലെ ഇവിടെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മീൻ എക്സ്ട്രാ വാങ്ങിയതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മീൻ മുറിക്കാനോ അങ്ങനത്തെ ഒന്നും പണിയില്ലാത്തതുകൊണ്ട് ചേച്ചി നേരത്തെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ചേച്ചി ഇതാ ചുട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പണി കുറഞ്ഞിട്ടുണ്ട്. പരത്തേണ്ട ആവശ്യമുള്ളൂ, ചേച്ചി ചുടുന്നുണ്ട്. അങ്ങനെ ഒരു പകുതി പണി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് സുജിക്കൊക്കെ ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ എന്തെങ്കിലും പത്തിരിയോ നാലുമണിക്കൊത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ചോറിന് വലിയൊരു പ്രസക്തി ഇല്ല കേട്ടോ. അതായത് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ ഇതൊക്കെ തന്നെ അഡ്ജസ്റ്റായി ഇങ്ങനെ പോയിക്കോളും. ചിലപ്പോൾ ചോറ് തിന്നും, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആയിട്ട് തന്നെ ഇതന്നെ മതിയാകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. എൻ്റെ വീട്ടിലൊക്കെ ഇതിന് മടക്ക ചപ്പാത്തി എന്നൊക്കെയാണ് പറയുക കേട്ടോ. പിന്നെ ഇങ്ങനെയല്ല മടക്കൽ, ഇതിങ്ങനെ 4 മടക്കായിട്ട് അങ്ങോട്ടൊക്കെ ആയിട്ടാണ് മടക്കുക. എൻ്റെ വീട്ടിൽ ഇതിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. എൻ്റെ വീട്ടിൽ ഇത് ഒരു ത്രികോണ ഷേപ്പിലായിട്ടാണ് വരിക. അപ്പോൾ അതിനവിടെ മടക്ക ചപ്പാത്തി എന്ന് പറയും. ഇവിടെ ഇങ്ങനെ 4 മടക്കായിട്ട് വരുന്നതിന്, സ്ക്വയർ ആയിട്ട് വരുന്നതിന് ഇവിടെ 4 മടക്കൊത്തിരി എന്ന് പറയും. ഈ കോഴിക്കോട് തന്നെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു ടൈപ്പായിട്ട് മടക്കുന്നത് കണ്ണ് വെച്ച പത്തിരി എന്നുള്ള രീതിയിൽ അങ്ങനെയും പറയൂ കേട്ടോ. അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ മടക്കുന്നതിന് ഓരോ രീതിയിലൊക്കെയാണ് പേര്. എന്താ പറയുക, ടേസ്റ്റും ഇങ്ങനെ അതിനനുസരിച്ച് ലെയറായി വരുമ്പോൾ ഒരു പൊറോട്ടൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ടേസ്റ്റിനും വ്യത്യാസമൊക്കെ വരും കേട്ടോ. നമ്മൾ ഒരേ ടേസ്റ്റ് തന്നെ അല്ലേ എന്ന് വിചാരിക്കും. അല്ല, എന്താ പറയുക, നല്ല ലെയറായിട്ട് നമ്മൾ ചുടുന്നതിന് ആ സമയമെടുത്ത് ചുടുന്നതിനൊക്കെ നല്ല ടേസ്റ്റിനും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കൈപ്പുണ്യം അനുസരിച്ചാണ്. ഇതിപ്പോൾ ഞങ്ങൾ പാനിലിട്ട് ജസ്റ്റ് ചുട്ടെടുക്കുന്നതാണ്. ഇത് ഒതൻറ്റിക്കായിട്ട് ഇങ്ങനെ എന്താ പറയുക, എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുന്ന അതാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഉള്ള ഒരു രീതി. ഇത് പിന്നെ ഓവർ എണ്ണ വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വറുത്ത് കോരി എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാ ലെയറും ഇങ്ങനെ വിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിവിടെ ഇങ്ങനെ ചുട്ടാൽ തന്നെ ഇവിടെ എല്ലാവർക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ നമുക്ക് വെറുതെ എണ്ണയൊക്കെ അങ്ങനെ അകത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളിവിടെ കർക്കിടകം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ചർച്ചയാണ് കേട്ടോ. ചേച്ചി കർക്കിടകത്തിന് എന്താ പറയുക, വീട്ടിൽ ഒരു ദിവസം ലീവ് വേണം എന്നൊക്കെയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. വീട് വൃത്തിയാക്കണം, അത് ഇത് എന്നൊക്കെയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഗോയിങ് ഓൺ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആസ് യൂഷ്വൽ നമ്മുടെ എഗ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇതിനോടൊന്നും വലിയ ഇഷ്ടമാണ്, അത്രമാത്രം താല്പര്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ മക്കൾക്ക് വാരി കൊടുത്തപ്പോൾ ഞാൻ ഒരു പീസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് താനും. അങ്ങനെ അവോയ്ഡ് ആക്കിയിട്ടുമില്ല കേട്ടോ. രാവിലെ 2 എഗ്ഗൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തുടങ്ങുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇതാ ഒന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സ്കിൻ ഡോക്ടറെ കാണിക്കാനാണ് കേട്ടോ. ഒന്ന് ഭയങ്കര ഡ്രൈനെസ് മക്കൾക്കൊക്കെ, മുഖത്തൊക്കെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് ഡ്രൈനെസ്. പിന്നെ എൻ്റെ കാലിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് തഴമ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണം. ഇനി അങ്ങനെ കൂടുതൽ തഴമ്പായി വന്ന് അത് ആണി പോലെ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതൊന്ന് കാണിക്കണം എന്ന് കുറേ കാലമായിട്ട് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇറങ്ങുമ്പോൾ. അപ്പോൾ മക്കൾ ഉച്ചക്കത്തെ ഫുഡായിട്ട് രാവിലത്തെ സെയിം ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊന്നും കഴിച്ചില്ലെന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഒരു 4 ചപ്പാത്തിയെങ്കിലും മക്കൾ ആ ഒരു പത്തിരി കഴിച്ചിട്ട് 4 പത്തിരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഞാൻ അന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടിപിടിയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ.
അപ്പോൾ അപ്പോൾ ഞാൻ അതാണ് കഴിച്ചത്. പിന്നെ രാവിലെ 2 എഗ്ഗ് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഹാഫ് 4 മടക്കൊത്തിരിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് താത്ത അടിച്ച് നിന്ന ഡ്രസ്സാണ് കേട്ടോ. ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്കാണ് ഇടുക വെച്ചാൽ പിന്നെ വേറെ എങ്ങോട്ട് അത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് കിട്ടി നമുക്ക് വേഗം വേഗം ഇടാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ. ആ ത്വര ഉള്ള പിന്നെ അടുത്ത പോക്ക് ഹോസ്പിറ്റലിലേക്ക് ആയി എന്നുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊന്നും പറയാനില്ലല്ലോ, ജസ്റ്റ് സ്കിൻ ഡോക്ടറെ കാണിക്കണം അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഡോക്ടർ അത്രമാത്രം വെയിറ്റിംഗ് ഒന്നുമില്ല, അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ സ്കിൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ മുകളിൽ നല്ല രസത്തിൽ എന്താ പറയുക, അതിന് മുകളിൽ സീലിങ്ങൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളെ ഡോക്ടറൊക്കെ കാണിച്ചു. ഡ്രൈനസിന് ഒരു നല്ല ക്രീമും കാര്യങ്ങളൊക്കെ തന്നു. എൻ്റെ കാലിനത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തന്നെ കാണിച്ചാൽ നന്നായി, ആണിയൊന്നുമല്ല, നല്ല രീതിയിലൊക്കെ പറഞ്ഞു. അതിനുള്ള ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കാണിച്ച് ഇത് ഞങ്ങൾ മടുക്ക എന്നുള്ളൊരു ചെറിയ റെസ്റ്റോറൻറ്റ് വന്നത്. അങ്ങനെ പാനിപൂരി അങ്ങനത്തെ ഈ ചാട്ടിൻ്റെ ഇതൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിക്കാണ്. ഞങ്ങൾ പണ്ടൊക്കെ എപ്പോഴും വരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയി വന്നിട്ട്, അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ആയിട്ട് വന്നതാണ്. എങ്ങോട്ടാണ് വരിക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വരിക എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ. എനിക്ക് ചായയും ജ്യൂസൊന്നും കുടിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം നമ്മൾ ഒരു മധുരമൊന്നും കഴിക്കാൻ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. അപ്പോൾ ഒരു പാനിപ്പൂരി അങ്ങോട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പാനിപ്പൂരിയും എന്താ പറയുക, എന്താണത്, ചിക്കൻ മോമോസാണ് കേട്ടോ. ഇത് സ്റ്റീംഡ് അല്ല, ഇത് ഫ്രൈഡ് മോമോസാണ് കേട്ടോ. എനിക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ സുജിനോട് ഇത് പറയാൻ മറന്നു. എനിക്ക് ഫ്രൈഡ് മോമോസിനേക്കാളും എനിക്ക് സ്റ്റീംഡ് മോമോസാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. അത് ഹെൽത്തി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല കേട്ടോ, എനിക്ക് അത് കഴിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇങ്ങനെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാനും കുറച്ചും കൂടി ഇഷ്ടം അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഇത് കഴിച്ചില്ലേ, എവിടെ കഴിക്കാണ്ടിരിക്കുമോ നമ്മൾ എന്തെങ്കിലും കിട്ടിയാലേ. അപ്പോൾ ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ട്. 3 വിധത്തിലുള്ള നമ്മുടെ ത്രിവർണ്ണ പതാക പോലെയുള്ള എന്താ പറയുക സോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് മയണൈസും ഗ്രീൻ ചട്നിയും ടൊമാറ്റോ ചട്നിയും എല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ 3നും കൂട്ടിക്കുഴച്ച് ഞാൻ നല്ല അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല പാനിപൂരിയൊക്കെ എല്ലാം ഞാൻ നല്ല കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ജ്യൂസസോ ഒന്നും കഴിച്ചില്ല എന്നുള്ളൂ കേട്ടോ. മക്കൾ നല്ല ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരതൊക്കെ കുടിച്ചു. സുജി നല്ല അടിപൊളി, ഇവിടുത്തെ ചായ നല്ല, ഈ ചായ ലവേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി ചായ ആയിരിക്കും കേട്ടോ. കുറച്ചേ കിട്ടുള്ളൂ, പക്ഷെ അടിപൊളി ചായ ആയിരിക്കും. അപ്പോൾ സുജി അതൊക്കെ കുടിച്ചു, ഞാൻ ഇതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതോടുകൂടി ഞാൻ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുത്തില്ല കേട്ടോ. കുറച്ച് തലവേദന ആയതുകൊണ്ട് ഞാൻ പിന്നെ പോയി അങ്ങോട്ട് കിടക്കുക ചെയ്തത്. അപ്പോൾ എൻ്റെ ഡയറ്റൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താവും വെയിറ്റിൻ്റെ കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് സ്റ്റക്ക് ആയതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാത്തത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 75ാമത്തെ ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.